ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം നിങ്ങളോട് പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചന സന്ദേശം കേൾക്കുന്ന നിങ്ങളേവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അഭിഷേകത്തിന്റെ തീ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന പലവിധമായ അടിമത്വങ്ങളിൽ നിന്നും പലവിധമായ തിന്മ പ്രവർത്തികളിൽ നിന്നും അവനൊരു വിമോചനം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ മേൽ ചുമത്തിയിരിക്കുന്ന ലോകം അവന് കൊടുത്തിരിക്കുന്ന അവന്റെ മേൽ ചുമക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ചില നുകത്തിന്റെ അമിക്കയറുകൾ അവനെ വിട്ട് നീങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്യന്തം പ്രാപിച്ചെടുക്കുവാനായി ഇടയായിത്തീരണം. ഈ അഭിഷേകത്തിന്റെ പുഷ്ടി നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്നാൽ ഈ നുകം തകർന്നു പോകും. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ പിശാചിന്റെ നുകം നിങ്ങളെ വിട്ട് മാറിപ്പോകും. അഭിഷേകത്തിന്റെ നുകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അഭിഷേകത്തിന്റെ പുഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. അഭിഷേകത്തിന്റെ പുഷ്ടി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ അസമാധാനങ്ങൾ നീങ്ങിപ്പോകും. അഭിഷേകത്തിന്റെ പുഷ്ടി നിന്റെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും നിങ്ങളെ വിട്ട് നീങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. നിങ്ങളിലെ പുഷ്ടി വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ പൊട്ടിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പുഷ്ടി വർദ്ധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ നിറയപ്പെടുമ്പോൾ ആത്മാവിന്റെ അമിത ബലത്താൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങളുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന എല്ലാ തിന്മകളും ഇന്ന് പകൽക്കാലം നിങ്ങളെ വിട്ട് മാറുവാൻ ഇടയായിത്തീരും. നിന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി, നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് തടസ്സമായി, നിന്റെ മക്കളുടെ ഭാവിക്ക് തടസ്സമായി നിന്റെ ജീവിതത്തെ തകർത്തടിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ, ആഭിചാര ബന്ധനങ്ങൾ, ജീവിതത്തിലെ എത്ര അധ്വാനിച്ചിട്ടും നിന്റെ ജീവിതത്തെ ശേഷിപ്പില്ലാതെ ജീവിതത്തെ തകർത്തടിച്ചു കൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്. കർത്താവിന്റെ അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പുഷ്ടി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് എന്ത് പ്രതിസന്ധികളുടെ മധ്യേയും നിന്നെ മാനിക്കുവാൻ, നിന്നെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാൻ, ജീവിതത്തിന്റെ മുഖം തകർന്നു പോകുവാൻ ഇടയായിത്തീരും. നമ്മുടെ മേലുള്ള അഭിഷേകത്തിന് നമ്മുടെ രോഗത്തിനെ മാറ്റാൻ, നമ്മുടെ മേലുള്ള അഭിഷേകത്തിന് നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിന് അന്ധകാര ശക്തികളിൽ നിന്നൊരു വിടുതൽ നൽകുവാനുള്ള ബലമുണ്ട്, ശക്തിയുണ്ട്, ദൈവകൃപയുണ്ട്. നമ്മിലുള്ള അഭിഷേകത്തിന് നമ്മുടെ ഏതു തരത്തിലുള്ള തകർച്ചയെ മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ അമിത ബലത്താൽ എന്നെ ശക്തീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദൈവത്തിന്റെ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് നിർമ്മലമായ ഒരു ആത്മാവിനെ പുതുക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം എന്റെ യേശുവേ, അങ്ങയുടെ അഭിഷേകത്തിന്റെ തീ എന്റെ മേൽ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ വ്യാപരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിലേക്ക് തരണമേ. അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ പുഷ്ടി എന്റെ മേൽ വ്യാപരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ജീവിതത്തിൽ അഭിഷേകം ചെയ്യുവാൻ അധികാരം കൊടുക്കുന്ന ദൈവം അധികാരവും ശക്തിയും അഭിഷേകത്തിലൂടെ നൽകുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കും. അധികാരം ലഭിക്കും, ശക്തി ലഭിക്കും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന അധികാരം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ തകർത്തടിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചിനോട് അധികാരത്തോടെ പറയാൻ കഴിയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്കവണ്ണം എനിക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാണ്. പിശാചേ, ഞാൻ അധികാരം കൊണ്ട് പറയുകയാണ്, നിന്റെ തന്ത്രങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാത്തതല്ല. നിന്റെ തന്ത്രങ്ങളെ ഞാൻ ഇന്ന് പകൽക്കാലം ജയമെടുക്കുകയാണ്. ഇന്ന്
പകൽക്കാലം എങ്ങനെ പറയുവാനായിട്ട് തയ്യാറാകണം. സകല അധികാരവും ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചാൽ സകല അധികാരവും ലഭിക്കും. എന്തിനൊക്കെ അധികാരം പ്രാപിക്കുവാൻ കഴിയും? പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന്, ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന്, പിശാചിന്റെ സകല അധികാരങ്ങളിൽ നിന്നും നമ്മെ വിജയം കൈവരിക്കേണ്ടതുള്ള അധികാരം, പിശാചിനെ ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് ദാനമായിട്ട് തരികയാണ്. ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള അധികാരം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ്. മരണത്തെ ജയിച്ചതായ അധികാരമാണ് ദൈവം ഈ ക്രിസ്തുവിലൂടെ നമ്മെ പഠിപ്പിച്ച അധികാരം. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യനും കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുമ്പോൾ മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിഞ്ഞതാണ് ക്രിസ്തുവിന്റെ വലിയ ജയോത്സവം എന്ന് പറയുന്നത്. പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് വിജയം കൈവരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെയാണ് നാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത്. മരണത്തെ ജയിച്ച പിശാചിനെ തകർത്ത സകല അധികാരവും നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവകൃപയാൽ അധികാരമായി ദൈവം നമുക്ക് തരികയാണ്. അഭിഷേകമുള്ളൊരു ദൈവപൈതലിന് അധികാരമുണ്ട്. എന്തിനൊക്കെയുള്ള അധികാരം കൊടുക്കും? പിശാചിനെ തകർക്കുവാനുള്ള അധികാരം, രോഗങ്ങളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് തരികയാണ്. ഇന്ന് രാത്രികാലം അഭിഷേകം വേണമെന്ന് ആഗ്രഹിക്കുന്ന, അഭിഷേകത്തിന് തീ നമ്മുടെ മേൽ വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആ ദൈവകൃപ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഇന്ന് ഈ വചനം കേൾക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അഭിഷേകത്തെ തരികയാണ്. ദൈവം നമുക്ക് ഒരു അഭിഷേകം തരികയാണ്. നിനക്ക് പാമ്പുകളുടെ മേൽ ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിന്റെ സകല ശത്രുവിന്റെ മേൽ ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം അധികാരം തരികയാണ്. അവൻ അഭിഷേകം നൽകുമ്പോൾ അഭിഷേകത്തിലൂടെ അധികാരവും ശക്തിയും നമുക്ക് നൽകുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ മോശയെ കുറിച്ച് നമുക്കറിയാം. മോശ തന്റെ അമ്മാവിയപ്പനായി യിത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ട് മേച്ചിൽപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ മോശ ഒരു ദർശനം കാണുകയാണ്. മുൾപടർപ്പ് നിന്ന് കത്തുന്നതും അവിടെ മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും അവിടെ മോശയെ കാണുകയാണ്. ഇവിടെ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി മോശയെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ദൈവം ഒരു മനുഷ്യനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ മേൽ ദൈവം നൽകുന്നതാണ് അഭിഷേകത്തിന്റെ തീ. നീ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തീരുമാനിച്ചാൽ, അഭിഷേകത്തിന്റെ നിറവിൽ നിന്ന് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തീരുമാനിച്ചാൽ, ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ തീരുമാനിക്കുകയാണ്. ദൈവം നിന്നെ മാനിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ മോശയെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. അവിടെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വലിയൊരു ശുശ്രൂഷ മോശയെ ദൈവം ഏൽപ്പിക്കുകയാണ്. മോശയെ അവിടെ അനുദപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനായ മനുഷ്യനാണ്, എനിക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ വചനം വിളിച്ച് പറയുവാൻ കഴിയത്തില്ല എന്ന് വിഷമിക്കുന്ന കണ്ണുനീരോടെ ദൈവത്തോട് അനുദപിക്കുന്ന മോശയെ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അനുദപിക്കുന്ന മോശയ്ക്ക് ദൈവം നൽകുന്ന ഒരു അഭിഷേകമുണ്ട്. ഞാൻ നിന്റെ നാവിനോട് കൂടെ ഇരിക്കും. അവിടെ ദൈവത്തിന്റെ അഭിഷേകം മോശയെ പകരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അഭിഷേകത്തിന് തീ മോശയുടെ മേൽ വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ മോശ മുഖാന്തരം ദൈവം ഈ ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരികയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം അഭിഷേകത്തിലൂടെ ദൈവവേദന ദൈവം കൊടുക്കുകയാണ്. നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ വരുന്ന ഏത് ദുഷ്ട ശക്തിയാണെങ്കിലും, ഏത് തിന്മ ശക്തിയാണെങ്കിലും, നീ അഭിഷേകമുള്ള ദൈവവേദനാണെങ്കിൽ നിന്റെ മുമ്പിൽ ആ പിശാച് തകർന്നു പോകുവാൻ ഇടയായി തീരും. ഇവിടെ ഫറവോൻ മോശയെ ധിക്കരിച്ച്, ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ച് ഇസ്രായേൽ ജനത്തെ ആരാധിപ്പാനായിട്ട് കടത്തിവിടാതെ അവന്റെ ഹൃദയം കഠിനമാക്കിയപ്പോ അവിടെ 10 ബാധകളും ഒടുവിൽ കഠിന സംഹാരവും അവന്റെ രാജ്യത്തേക്ക് കടന്നു വരുവാൻ, അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. നിന്നെ തകർക്കുവാനായിട്ട് നോക്കുന്നവനെ നശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അഭിഷേകത്തിന്റെ തീ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്നെ ഒരു വ്യക്തിക്ക് തകർത്ത് കളയാൻ സാധിക്കുകയില്ല. നിന്നെ ദൈവമാണ് വിളിച്ചതെങ്കിൽ, നിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ പകർന്നത് ദൈവമാണെങ്കിൽ, ആ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യം വരെ നിന്നെ വഴി നടത്തുവാൻ ശക്തനാണ്. ജീവിതത്തിൽ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ, ദൈവം അന്ത്യത്തോളം വഴി നടത്തും. ഒരിക്കലും നിന്നെ കൈവിടത്തില്ല, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ തുടങ്ങിയാൽ അതൊരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറന്നാൽ അതൊരു അനുഗ്രഹമാണ്. അതടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം വാതിലടച്ചാൽ മാത്രമേ ദൈവം വാതിലടച്ചാൽ അതാർക്കും തുറക്കുവാനും കഴിയത്തില്ല. അതുകൊണ്ട് നിന്നെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചാൽ, നിന്നെ തകർക്കുവാൻ പിശാച് ഗൂഢാലോചനകൾ ചെയ്താൽ, നിന്നെയും നിന്റെ ശത്രുവിനെയും
തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു തിന്മ ശക്തിക്കും കഴിയത്തില്ല, ദൈവം അനുവദിക്കുകയില്ല. കാരണം തീയിൽ കുരുത്തത് അത് വെയിലത്ത് വാടിപ്പോകത്തില്ല. സുവിശേഷമാകുന്ന അഗ്നിയിൽ കുരുത്തതാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വ മുഖത്തേക്ക് നോക്കിയാണ് നീ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ, ജീവിതയാത്ര തിരിച്ചതെങ്കിൽ ദൈവം നിന്നെ അന്ത്യത്തോളം വഴി നടത്തും. അതുകൊണ്ട് അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ ഉണ്ടാകണം, എന്നാൽ അധികാരം ഉണ്ടാകും. അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ഉണ്ടാകും. ഇന്ന് അനേകം പേരുടെ ജീവിതത്തിൽ ശക്തിയില്ലാത്ത, ബലമില്ലാതെ വേദനയും കണ്ണുനീരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബലഹീനതയാണ് അനേകം പേരുടെ ജീവിതത്തിലും ഉള്ളത്. ബലം ക്ഷയിക്കുമ്പോൾ ബലഹീനതയിൽ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കരം നിന്റെ മേലുണ്ട്. യൗവനക്കാരും ക്ഷീണിച്ച് തളർന്നു പോകും. ഈ ലോകത്തിൽ എല്ലാവരും നിന്റെ ജീവിതത്തിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ അനേകം പേര് കുഴഞ്ഞു വീണു പോകും, വാടിക്കരിഞ്ഞു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഈ ജീവിതത്തിൽ ആത്മബലത്തോടെ നിന്നെ നിലനിർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ്, അധികാരമുള്ള ദൈവത്തെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്. അധികാരമുള്ളവൻ അത് ഉപയോഗിക്കണം. അധികാരമുള്ളവന് ദൈവം ശക്തിയും കൊടുക്കും. നമുക്ക് ശക്തി ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കാത്തിരിപ്പ് യോഗങ്ങളും കൺവെൻഷനും ആരാധനകളും കൂട്ടായ്മകളും നടത്തുന്നത്. എന്തിനാണ് ഉപവാസ ആരാധന, എന്തിനാണ് പ്രാർത്ഥന കൂട്ടായ്മകൾ എന്ന് ചോദിക്കുന്നവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് പറയുകയാണ്, നിനക്ക് വേണ്ടി, നിനക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ അഭിഷേകത്തിന് തീ പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി, ദൈവം നിനക്ക് അധികാരം നൽകുന്നതിന് വേണ്ടി, ദൈവം നിനക്ക് ശക്തി നൽകുന്നതിന് വേണ്ടി, നീ തകർന്നു പോകാവുന്ന അവസ്ഥകളിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നിന്റെ ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ ബലപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇന്ന് യൗവന തലമുറയെ കുറിച്ച് നോക്കുമ്പോൾ യൗവന തലമുറ ഇത് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തിരുവചനം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുമ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ഈ ആരും ഇല്ല. ദൈവത്തെ മറന്നു കളഞ്ഞ് ദൈവത്തോട് മറുതലിച്ച് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇവിടെ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്നത്തെ തലമുറയെ കുറിച്ചാണ് ഈ വചനം വ്യസനത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവതേജസ് നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്നോടൊന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നീ തിരിച്ച് ദൈവത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന്റെ അഭിഷേകത്തിലേക്ക് നീ കടന്നു വരണം. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ചില പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ഭാഗത്ത് കാണുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ദൈവം നിന്നെ തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിളിക്കുകയാണ്. ഈ പ്രാർത്ഥനയും കൂട്ടായ്മയും നിന്റെ ജീവിതത്തിൽ ആവശ്യമാകുന്നുവെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ ശക്തി നമ്മെ വ്യാപരിക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് നിറയപ്പെടുവാൻ, ആരാധനയുടെ അനുഭവം, ദൈവത്തിന്റെ ആരാധനയുടെ അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് നിറയപ്പെടുവാൻ, പിശാചിനെ തകർത്ത് കളയാതിരിപ്പാൻ, സുവിശേഷത്തിന്റെ വാതായനങ്ങളെ തുറക്കുവാൻ, പ്രാർത്ഥനയുടെ വാതായനങ്ങളെ തുറക്കുവാൻ, അനുഗ്രഹത്തിന്റെ വാതായനങ്ങളെ തുറക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ സന്നിധി അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും കാണുവാൻ കഴിയും. കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരണമെങ്കിൽ മാതാപിതാക്കളും മക്കളുമായി കരം കോർത്തു പിടിച്ച് മുഴങ്കാലുകളമടക്കി ദൈവസന്നിധി കാത്തിരിക്കുവാൻ തീരുമാനിച്ചാൽ, കാലണക്കി വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് വിധേയപ്പെടുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, കുറ്റങ്ങളെ ദൈവസന്നിധിക്ക് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ജീവിതത്തെ അതൊക്കെ മാറ്റിത്തരണമേ. അഭിഷേകത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിലേക്ക് തിരികെ തരണമേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചാൽ ആ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ദുഷ്ടനായ നിന്നെ തകർത്ത് കളയുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പ്രാർത്ഥനയുടെ ശൃംഖല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയുടെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന യൗവന തലമുറയൊക്കെ തിരിച്ച് കടന്നു വരുവാൻ ഇടയായി തീരും. അതുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് നമ്മിലേക്ക് പകർന്ന് അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അധികാരം പ്രാപിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ പ്രാപിച്ചെടുക്കുവാൻ നാം തയ്യാറാകണം. നിന്റെ ജീവിതത്തിൽ ആരൊക്കെയോ നിന്നെ കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഒരു നാളും നിന്നെ കൈവിടാത്ത ദൈവത്തിന്റെ കൃപയുണ്ട്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന, കണ്ണുനീരിനോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചാൽ നിന്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്. ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി നീ കരയുവാൻ, കരഞ്ഞു നിലവിളിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവത്തിന്റെ സന്നിധി നിനക്കൊരു മറുപടിയുണ്ട്. നിനക്ക്
കണ്ണുനീരിന്റെ അനുഭവങ്ങളെ നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ബാഖായുടെ അനുഭവമായിരിക്കുന്ന നിന്റെ ജീവിതം ബറാഖയുടെ അനുഭവമാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയായി തീരും. നീ ഒറ്റപ്പെടലിന്റെ ജീവിതത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, ആരും നിനക്ക് സഹായമില്ലാതെ നീ പാലിൽ ഏകനായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഏകാന്തയുടെ അനുഭവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ ബലം ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ മനസ്സ് തകർന്നു പോകുന്നുവെങ്കിൽ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ ആരും മാനിക്കാതെ, നിന്നെ ആരും കാണാതെ, കണ്ടും കാണാതെ പോകുന്നതിനെ പോലെ നിന്നെ അന്യനായിട്ട് കണ്ടിട്ട് നിന്നെ മറികടന്നു പോകുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, എൻ്റെ ജീവിതത്തിന് സമാധാനമില്ലല്ലോ, എൻ്റെ ജീവിതത്തിന് സന്തോഷമില്ലല്ലോ, എന്നെ എല്ലാവരും അവഗണിക്കുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ്, കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് യഹൂദാ ഗോത്രത്തിന്റെ സിംഹം കടന്നു വരികയാണ്. നിന്റെ ജീവിതത്തിലെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്, അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചാൽ, ദൈവത്തോട് അടുത്തിരിക്കുവാൻ തീരുമാനിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ പ്രാപിച്ചിരിക്കുന്ന ചില വേദനകളിൽ നിന്ന്, വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് എന്റെ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട്, ആ പ്രതിസന്ധികളിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകത്തിന്റെ ഒരു ശക്തിയെ തന്ന് നിന്നെ മുമ്പോട്ട് യാത്ര ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തെ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കുറവുള്ളവനാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കുറവുള്ളവനാണ്, ഒരുപാട് ഖേദങ്ങൾ, കണ്ണുവിൻ്റെ അനുഭവങ്ങൾ, പാപത്തിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ടുപോയി, ഞാനിനി രക്ഷപ്പെടത്തില്ല എന്ന് സമൂഹം എന്നെ നോക്കി വിധി എഴുതുകയാണ്, ഒരുപാട് അടിമ ചങ്ങലകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം നിങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, നിന്റെ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നിന്റെ മുഖം തകർന്നു പോകും, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നിന്റെ മുഖം തകർന്നു പോവുകയാണ്. ഇതുവരെ നീ ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നല്ല, ഇതുവരെ നീ ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നീ ജീവിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവനായി, ദൈവത്തിന്റെ അഭിഷേകം ഏറ്റവനായി, ദൈവത്തോട് ചേർന്നിരുന്ന കർത്താവിന്റെ അടുക്കലേക്ക് ചേർന്നിരുന്ന കർത്താവിന്റെ അധികാരം പ്രാപിച്ചവനായി, കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ചവനായി, ഒരു രൂപാന്തരത്തിന്, ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് നീ മാറ്റപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് ആ ഒരു അഭിഷേകത്തിന്റെ ശക്തിയെ തുറന്നു തരികയാണ്, അഭിഷേകത്തിന്റെ വാതായനത്തെ നമുക്ക് തുറന്നു തരികയാണ്. പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്ന് അവൻ നമ്മെ നിറയ്ക്കുകയാണ്, നമ്മെ വഴി നടത്തി പരിപാലിക്കുകയാണ്. ആ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. മധ്യാകാശത്ത് ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി ഇറങ്ങി വരുന്ന കർത്താവായി, രാജാതി രാജാവെ, അക്ഷയമനും അദൃശ്യനുമായി, മാറത്ത് പൊൻകച്ചയെ അണിഞ്ഞ വെള്ളോട്ടിന് സദൃശ്യമുള്ള ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സമാധാന പ്രഭുവായി ഇറങ്ങി വരികയാണ്. സമാധാനത്തിന്റെ അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം, അഭിഷേകത്തിന്റെ തീയുടെ അധികാരം, അഭിഷേകത്തിന്റെ തീയുടെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് നിറച്ച് നമ്മെ അനുഗ്രഹിക്കുകയാണ്. നാൾതോറും വഴി നടത്തുവാൻ മതിയായവനാണ്. ആ ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുകയാണ്. ആ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിന്, അനുഗ്രഹത്തെ പ്രാപിക്കുന്നതിന്, കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിന് നമുക്ക് കഴിയുമോ? ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ നിന്ന് അഭിഷേകങ്ങളെ പ്രാപിച്ചെടുക്കുന്നതിന്, നന്മകളെ പ്രാപിച്ചെടുക്കുന്നതിന്, ദൈവത്തിന്റെ അധികാരം പ്രാപിച്ചെടുക്കുന്നതിന്, ശക്തിയെ പ്രാപിച്ചെടുക്കുന്നതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.